എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് ജീവിതം മാറ്റണം. ഇങ്ങനെ ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ള സമയങ്ങളിലേക്ക് നോക്കുക. അതിൽ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തു ചെയ്യാനാണെന്ന്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കാര്യമാകാം നാളെ നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത്. ഒന്ന് തുടങ്ങി കിട്ടാനേ നീ ഈ അനുഭവിക്കുന്ന പ്രയാസമുള്ളൂ. തുടങ്ങിയാൽ പിന്നെ നീ അല്ലാതെ നിന്നെ പിടിച്ചുകെട്ടാൻ മറ്റാർക്കും സാധിക്കില്ല. നമ്മൾ പറയും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല, എനിക്ക് പഠിക്കണമെന്നുണ്ട്, ജോലി ചെയ്യണമെന്നുണ്ട്, നന്നാവണമെന്നുണ്ട്. സ്വയം കള്ളം പറയരുത്. നിങ്ങൾ ചുറ്റുമൊന്ന് നോക്കി തുടങ്ങിയാൽ നിങ്ങളുടെ ചുറ്റും അവസരങ്ങൾ നിരന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആരും നിനക്ക് ആവശ്യമായ അവസരങ്ങളോ വിജയങ്ങളോ ആയി നിന്റെ അടുത്തേക്ക് വരില്ല. നീയാണ് അവസരങ്ങളെയും വിജയങ്ങളെയും തേടേണ്ടത്, ഇറങ്ങേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്ക് ഒരു സ്വപ്നമുണ്ട്, അതിലേക്കുള്ള വഴികളും. പിന്നെ എന്തുകൊണ്ടാണ് നീ പേടിച്ച് മാറി നിൽക്കുന്നത്? നിങ്ങളുടെ സ്വപ്നത്തെ മറ്റാരെക്കാളും മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്കാണ്. നീ അല്ലാതെ വേറെ ആരാണ് പിന്നെ അതിനു വേണ്ടി ഇറങ്ങേണ്ടത്? ഇപ്പോൾ നിങ്ങൾ പറയും എന്റെ സാഹചര്യങ്ങൾ അതിന് അനുയോജ്യമായതല്ല എന്ന്. ഞാനൊരു കഥ പറയട്ടെ. അവൾ ഒറീസയിലെ ഒരു ട്രൈബൽ ഗ്രാമത്തിൽ ജനിച്ചു. വൈദ്യുതിയില്ല, റോഡുകളില്ല. പക്ഷെ അവളുടെ കണ്ണുകളിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പഠിക്കാനുള്ള തീവ്ര ആഗ്രഹം. കെറോസിൻ ലാമ്പിന്റെ വെളിച്ചത്തിൽ പഠിച്ചു. സ്കൂളിൽ എത്താൻ കിലോമീറ്ററുകളോളം നടന്നുപോയി. അവൾ അറിഞ്ഞിരുന്നു വിദ്യാഭ്യാസമാണ് ജീവിതം മാറ്റാനുള്ള വഴിയെന്ന്. അവൾ അധ്യാപികയായി, പിന്നീട് കൗൺസിലർ, അതിനുശേഷം മന്ത്രിയും. അവൾക്ക് അധികാരമുണ്ടായിരുന്നില്ല, പക്ഷെ ഉദ്ദേശമുണ്ടായിരുന്നു. അവളുടെ ജീവിതം അതികഠിനമായിരുന്നു. ഭർത്താവിനെയും 2 മക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടു. ബഹുഭൂരിപക്ഷം ആളുകളും അതിൽ തളർന്നു പോയേക്കാം. പക്ഷെ അവൾ തളർന്നില്ല. അവൾ കരഞ്ഞു, പക്ഷെ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. കൂടുതൽ ശക്തിയോടും കൂടുതൽ വിശ്വാസത്തോടെയും. ലോകം ഒരിക്കൽ അവഗണിച്ച ആ ട്രൈബൽ പെൺകുട്ടി 2022 ജൂലൈ 25 ഇന്ത്യയുടെ പ്രസിഡന്റായി. ദേശീയ തലത്തിലെ ഏറ്റവും വലിയ പദവിയിലേക്ക്. അവൾ സമൃദ്ധിയിൽ നിന്നല്ല വന്നത്, വേദനയിൽ നിന്നാണ്. ദ്രൗപദി മുർമു ഒരു സത്യം തെളിയിച്ചു. നിങ്ങളുടെ സിറ്റുവേഷൻ ഏതുമാകട്ടെ, സ്വപ്നം വലുതാകാം. പഠിക്കൂ, തളരാതെ, തകരാതെ. ഒരു ദിവസം ലോകം നിന്റെ കഥയ്ക്ക് കൈയടിക്കും. മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ, കാരണം നീ ജയിച്ചാലും തോറ്റാലും നീ അവർക്ക് ഉത്തരം കൊടുക്കേണ്ടതില്ല. നീ നിനക്ക് തന്നെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. ഇപ്പോൾ നീ വിചാരിക്കും ഞാൻ തോറ്റുപോയാൽ എന്തു ചെയ്യും? അതിനെന്താ, തോൽക്കട്ടെ. നമ്മൾ നമ്മുടെ സ്വപ്നത്തിനായി പരിശ്രമിക്കാതെ ഇരുന്നാൽ നമ്മളോട് തന്നെ നമുക്ക് ഒരു ബഹുമാനമില്ലാണ്ടാകും. അതിലും നല്ലതല്ലേ പരിശ്രമിച്ചിട്ട് തോൽവി ഏറ്റുവാങ്ങുന്നത്? പക്ഷെ ഞാനൊരു കാര്യം പറയാം, അവിടെയും പൂർണ്ണമായി നീ തോറ്റിട്ടുണ്ടാവില്ല. കാരണം അതിലൂടെ നീ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.